പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയമാണിത്. ഈ ദേവാലയം എന്നുള്ളത് ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും ആദരവോടുകൂടി കാണുന്നൊരിടാണ്. ഇവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ജന്മമെടുത്തത്. ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന യേശു ക്രിസ്തു, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം. ഇവിടെ അന്ന് കന്യാമറിയം ഇവിടെ ഒരു പുൽക്കൂട് ഉണ്ടായിരുന്നു. ആ ഒരു പുൽക്കൂടിൻ്റെ ഭാഗത്താണ് ഒരു കാലിത്തൊഴുത്തും ഒരു പുൽക്കൂടുമൊക്കെ. ആ കാലിത്തൊഴുത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചത്. ഈ ഒരു ഭാഗം ഒരു സ്റ്റാർ കണ്ടല്ലോ, ഇവിടെയായിരുന്നു പണ്ടത്തെ ഒരു കാലിത്തൊഴുത്തുണ്ടായിരുന്നത്. ആ ഭാഗത്താണ് ഇന്നത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ക്രിസ്തുവർഷം 300കളിലാണ് ഒരു ഭരണാധികാരി ഈ ഒരു ഭാഗത്ത് ഒരു ചർച്ച് പണിയുന്നത്. ആ ചർച്ച് പണിതുകയും പിന്നീട് ക്രിസ്തുവർഷം ഒരു 530 ആ ചർച്ചിനൊരു നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തു ജനിച്ച ആ ഒരു ഭാഗമാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ആ ഒരു കാലിത്തൊഴുത്തും അതുപോലെ പുല്ലോടുകൊണ്ട് അതാണ് ആ പള്ളിയുടെ ഒരു മുൻഭാഗം. അപ്പോൾ ഈ ഒരു പള്ളി നിർമ്മിച്ചൊരു വർഷം എന്ന് പറയുന്നത് ക്രിസ്തുവർഷം ഒരു 300കളിലാണ്. ഇത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ് ഈ ഒരു പള്ളി ഉള്ളത്. ഇവിടെ അതിമനോഹരമാണ്. ഇവിടെ എല്ലാ മതക്കാർക്കും ഇവിടെ സന്ദർശിക്കാം. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയിലേക്ക് കടക്കുന്ന ഒരു എൻട്രൻസ് നമ്മളിങ്ങനെ ചെറിയൊരു ദ്വാരം പോലെയാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞ് കടക്കണം. ഒരു പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ കുതിരപ്പടയാളികൾ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായിരിക്കണം ഇത്തരത്തിലുള്ളൊരു കവാടം കൊടുത്തു വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ആരും ആ ചർച്ചിലേക്ക് കടക്കുമ്പോൾ തല കുനിഞ്ഞ് കടക്കുക എന്ന രീതിയിലാവണം. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ മാതാവ് കന്യാമറിയം പ്രസവിച്ച സ്ഥലത്ത് പിന്നീട് ക്രിസ്തുവർഷം 300കളിൽ അന്നത്തെ ബൈസന്റിയൻ ഭരണകൂടം നിർമ്മിച്ച ഒരു ചർച്ചാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നീട് അത് 500കളിലെ ഒരു പുനർനിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ട്. മറിയം ബീവി ഇവിടെയായിരുന്നു തൻ്റെ ഗർഭിണിയായതിനു ശേഷം ഇവിടെ ഒളിച്ചിരുന്നതാണ് സ്ഥലമാണ്. പിന്നീട് ഇവിടെയാണ് പ്രസവിച്ചത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. വലിയ വലിയ തൂണുകളുണ്ട് ഈ ഒരു പള്ളി. ഇതിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പള്ളിയൊക്കെ സന്ദർശിച്ച ആളുകളുണ്ടോ? പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ്. ഈ പള്ളിക്കുള്ളിൽ കന്യാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരുപാട് സാമ്രാജ്യങ്ങൾ ഈ നാട് ഭരിച്ചിട്ടും ഈ പള്ളിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇവിടെ മുസ്ലിം ഭരണകൂടം വന്നിട്ടും അതൊക്കെ അതേ തനിമയോടുകൂടി തന്നെ അവർ സംരക്ഷിച്ചു പോന്നിരുന്നു. പിന്നെ ഇപ്പോൾ ചരിത്രങ്ങൾ അറിയാലോ, ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലാണ് വെസ്റ്റ് ബാങ്ക് ഉള്ളത്. ഇവിടെ കന്യാമറിയത്തിൻ്റെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കാണാം. ഈസാ നബി അലൈഹിസ്സലാമിനെ മാതാവായ കന്യാമറിയം ഗർഭം ധരിക്കുമ്പോൾ ജിബ്രീൽ മലക്ക് വന്ന് സ്പർശിച്ചപ്പോഴാണ് അവർ ഗർഭിണിയായത്. ഈ കന്യാമറിയത്തിൻ്റെ ഒരു പുഞ്ചിരി തൂകുന്ന ഒരു ചിത്രം ഇതവിടെ അതിമനോഹരമായിട്ട് വരച്ചിട്ടുണ്ട്, ഒരു ഉണ്ണിയേശു. അപ്പോൾ അങ്ങനെ അവർ പിന്നീട് ഗർഭിണിയായപ്പോൾ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. പിന്നീട് നസ്രത്തിൽ നിന്ന് അവർ ഇവിടെയാണ് താമസിക്കുന്നത്. ഇതിനാണ് ബൈത്ത് ലഹം എന്ന് പറയുക. ബൈത്ത് ലഹം, ബൈത്ത് സ്ലേം എന്നൊക്കെ പറയുന്നത്. ബൈത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹിബ്രുവിലൊക്കെ വീട് എന്നാണ് അർത്ഥം, ഭക്ഷണം, അപ്പത്തിൻ്റെ വീട്. അപ്പോൾ ഇവരവിടെ വന്നിട്ട് ഒരു ഈന്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. അതൊരു ഉണങ്ങിയ ഈന്തപ്പന മരമായിരുന്നു മറിയം ബീവി വന്നിരുന്നിട്ട്. പിന്നീട് അത് ഈന്തപ്പഴങ്ങൾ വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു ഭാഗത്താണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്റ്റാർ കാണുന്ന ഒരു ഭാഗം. ഇവിടെയാണ് ആ ഒരു കാലിത്തൊഴുത്തൊക്കെ കുട്ടിയെ പ്രസവിച്ചൊരു ഭാഗം ഉണ്ടായിരുന്നത്. ഇന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെ വംശാവലിയിലേക്ക് ഈസാ നബി അലൈഹിസ്സലാമിനെ എത്തിക്കുന്നതിന് അടയാളമായിട്ട് പിന്നീട് വന്ന ഭരണകൂടം ഉണ്ടാക്കിയെടുത്തതാണ് ഇത്തരം സ്റ്റാറുകളൊക്കെ. ഏതായാലും ഇവിടെയൊക്കെ സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഈസാ നബി അലൈഹിസ്സലാമിനെ ജൂത മതവിശ്വാസികളും അതോടൊപ്പം ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങളും എല്ലാവരും ആദരവോടുകൂടി കാണുന്നൊരു പ്രവാചകനാണ്. വളരെ അപൂർവമായൊരു കാഴ്ച, കന്യാമറിയം ഉണ്ണിയേശുവിന് മുലയൂട്ടുന്ന ഒരു ചിത്രം അവിടെയുണ്ട്. അത് തൊട്ടപ്പുറത്താണ് അതിൻ്റെ ഒരു കേന്ദ്രമുള്ളത്. കാരണം ഈ കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷം അവിടുത്തെ ഭരണാധികാരി 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ മറിയം ബീവി മറ്റൊരു ഭാഗത്തേക്ക് ഒളിച്ച് താമസിച്ചിരുന്നു. ആ ഭാഗത്ത് ഇതേപോലൊരു ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞിന് മുലയൂട്ടുന്നത് ഇതാണ് ആ ഭാഗം. അന്ന് മറിയം ബീവി ഒളിച്ചിരുന്നൊരു ഭാഗത്ത് പിന്നീട് ഉണ്ടാക്കിയെടുത്തൊരു ചർച്ചാണിത്. അപ്പോൾ ആ ഒരു ചർച്ചിൽ അവർ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവരെ പടയാളികൾ വന്ന് പിടിക്കാൻ വന്നിരുന്നു എന്നും പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവരോട് ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു. ഇവിടെ ഒരുപാട് പ്രവാചകന്മാരെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവർ. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇല്ലാസ് നബീൻ്റെയൊക്കെ പ്രതിമ ആ പള്ളിക്കുള്ളിൽ കാണാം. ആ ഒരു പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെയും മറിയം ബീവിയുടെ ഒക്കെ പ്രതിമകളും ഉണ്ണിയേശുവിൻ്റെ ഒക്കെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവർ അന്നൊരു കഴുതപ്പുറത്ത് കയറിയിട്ടാണ് ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ അന്ന് മറിയം ബീവി അലൈഹിസ്സലാം ഒളിച്ചിരുന്ന ആ ഒരു ഗുഹയുടെ ഭാഗത്താണ് ഇന്ന് ഈ ഒരു ചർച്ച് പണിതിട്ടുള്ളത്. ഏതായാലും ഇന്ന് ലോകം മുഴുവനും ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസികൾക്ക് ഈസാ നബി അലൈഹിസ്സലാം എന്നുള്ളത്
അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നിറഞ്ഞൊരു പ്രവാചകനാണ്, ഒരു ദൈവപുത്രനായിട്ട് അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഈസ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകൾ വന്നിട്ട് ഇവിടെ നിന്നുള്ള എന്തോ പാറയുടെ കഷ്ണങ്ങൾ എന്തോ പൊടിയൊക്കെ കിട്ടിയാൽ ഒരു വെള്ള കളറിലായിരിക്കും അത്രേ. അപ്പോൾ അത് കഴിച്ചാൽ പ്രസവം നടക്കുമെന്നൊക്കെയാണ് വിശ്വാസം. ഏതായാലും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരിക്കൽ കൂടി ഓർക്കേണ്ട ഒരു ദിവസമാണ്. ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നു. മുസ്ലിം മതവിശ്വാസികൾ അതൊരു പ്രവാചകൻ, മനുഷ്യൻ മാത്രമായിട്ട് കാണുന്നു. എന്തായാലും എല്ലാ മതങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദങ്ങളാണ് നിലനിൽക്കേണ്ടത്, പരസ്പരം പോരടിക്കലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ അല്ല. എന്തായാലും ക്രിസ്ത്യാനികൾക്ക് ഒരു നല്ല ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. മുസ്ലിങ്ങൾ പൊതുവെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആഘോഷങ്ങളൊന്നും സംഘടിപ്പിക്കാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ അത് ചൂണ്ടിക്കാണിക്കുക, തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം.